Assalamualaikum warahmatullahi wabarakatuh. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റൈൽഡ് ബൈ റാഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എംബ്രോയ്ഡറി സ്റ്റിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ പഠിച്ച് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ സ്റ്റിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇങ്ങനെ നമ്മൾ ചെയ്യാമെന്ന് പഠിക്കാം. ആദ്യം നൂല് 3ൻ്റെത് കോർക്കാം, അവസാനം ഇങ്ങനെ കെട്ടിടാം, എപ്പോഴും നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ പേരാണ് ചെയിൻ സ്റ്റിച്ച്, CHAINSTICH. ഓക്കെ, പിന്നെ ഒരു വരയിടാം 1 to 8 സ്കെയിൽ വെച്ചിട്ട് വരയിടാം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് കുത്തിയിട്ടെടുക്കുക, വലിക്കുക. എന്നിട്ട് ഇത് നമുക്ക് മേലോട്ടാക്കുക, ഈ നൂലിനെ മേലോട്ടാക്കിയിട്ടായിട്ട് നമ്മത് ഇങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ കുത്തിയിട്ട് അടുത്തിട്ടാവും ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഒരു ചെയിൻ പോലെ വരും. ഇതാ കണ്ടോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിനാന്നറിയില്ല. അതാ കണ്ടോ, ഇപ്പോൾ ചെയിൻ പോലെ ആയല്ലേ. നെക്സ്റ്റ് അങ്ങനെ ഇനി ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകേണ്ടത്, സ്റ്റാർട്ടിങ് നിന്ന് കുത്തിയെടുക്കുക, ദൂരത്തുനിന്ന് കുത്തിയെടുത്തെങ്കിൽ ചെയിന് ബെൽറ്റാവും. അപ്പോൾ രസമുണ്ടല്ലോ കാണാൻ, പഠിക്കുന്നതിന്. ഫസ്റ്റ് നമ്മൾ നല്ലൊരു ത്രില്ലിൽ പഠിക്കുന്നുണ്ട്, ഇതിൽ നല്ല മജ ആയിരിക്കട്ടെ. ഓക്കെ, 2 സ്റ്റിച്ചായി. ഇതെല്ലാം മറ്റേ ലോക്കെല്ലാം പോലെയാണ് ഈ ചെയിൻ സ്റ്റിച്ച്. ഇതാ ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ട് പോവാം. ഇതിൻ്റെ പേരാണ് എന്ത് സ്റ്റിച്ച്? ചെയിൻ സ്റ്റിച്ച്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കുറേ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇന്ന് തന്നെ പഠിക്കാൻ കഴിയും. എംബ്രോയ്ഡറി സ്റ്റിച്ച് കഷ്ടപ്പെട്ടിട്ട് അവിടെ പോകേണ്ട ഉണ്ടായില്ല. പിന്നെ കെട്ട് കൂടുന്നതാ ഇപ്പോൾ തന്നെ നോക്കോ, കെട്ട് കൂടുമ്പോൾ ഈ ഇത് അത്. അപ്പോൾ നമ്മൾ നെക്കിൽ ശ്രദ്ധിച്ചിരുക, അങ്ങനെ നമ്മൾ റിസ്ക് അല്ല, വലിച്ചുകൊണ്ട് നമുക്ക് കെട്ട് കൂടും. അത് കറക്റ്റ് കണ്ട, കറക്റ്റായത്. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ എന്താ നോക്കോ, പിന്നെന്താ മൂടി പിടിപ്പിക്കാതെയും പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഉണ്ടാക്കില്ല നല്ല പാല് പഠിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പിള്ളേർക്കും ഒരു 5ാം ക്ലാസ്സിൽ നിന്നല്ല പഠിക്കാൻ കഴിയാം. പക്ഷേ സൂചിയിലെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇൻ ഫ്രണ്ട് ഓഫ് പിന്നെ പാരൻസിൻ്റെ മുമ്പ് തന്നെ എടുക്കാൻ നോക്കണം. കുഞ്ഞുങ്ങളെടുക്കുന്ന ആൾ ഒരു 2 ആൾ എൻ്റെ സ്റ്റിച്ച് കണ്ടിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ തൂയല്ലേ, ലോക്കാവാതെ ശ്രദ്ധിക്കണം. ലോക്കായെങ്കിൽ അതിൽ പൊട്ടിക്കണ്ടെല്ലാം വരും. അതെങ്ങനെയല്ല എന്താക്കണം, ഇതിങ്ങനെ വിട്ട് കൊടുക്കണം, ഫ്രീ ആയിട്ട് വരാനിതാ ഇങ്ങനെ. അപ്പോൾ ഈസി. ഇതിപ്പോൾ നമ്മൾ ടൈറ്റ് ആക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ഒന്ന് വലിച്ച് കറക്റ്റ് ആയി. ഇത് നിങ്ങൾക്കൊരു ഇതുമാതിരി കാണുന്നില്ല, ഒരു ചെയിൻ പോലെ കാണുന്നില്ലേ? അടുത്തും പാടില്ല, ദൂരം പാടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ മതി. ഇത് 3ാമത്തെ സ്റ്റിച്ചല്ലേ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് കുറച്ച് പണി പിടിച്ച സ്റ്റിച്ച് പഠിക്കുന്നത്. ഇങ്ങനത്തെ എല്ലാം സ്റ്റിച്ച് പഠിച്ചിട്ടാകുമ്പോൾ ലെവലാന്ന്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിന് ഇതെന്താവും, അങ്ങനെയല്ല ഞാനും വിചാരിച്ചിന് ഞാനും കൊണ്ട് പഠിക്കാൻ കഴിയുമോ. പക്ഷേ എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ എല്ലാം വാല്യുബിൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും.
സ്റ്റിച്ചാക്കാൻ അറിയാത്തവർക്ക് പുറത്ത് സ്റ്റിച്ചിന് കൊടുക്കുമ്പോൾ നല്ല പോലെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ എംബ്രോയ്ഡറിയുള്ള സ്റ്റിച്ചെല്ലാം ഇപ്പോൾ ഭയങ്കരമായിട്ട് പോകുന്നുണ്ടതല്ലേ. അപ്പോൾ ആര് പഠിച്ചാലും നല്ലത് തന്നെ. വയസ്സ് മീൻസ് ഹൗസ് വൈഫ്സ് എല്ലാം പഠിച്ചാൽ നല്ലതല്ലേ. അങ്ങനെ പിന്നെ അപ്പോൾ എല്ലാവരും മനസ്സിലാവാത്തതെല്ലാം ചോദിക്കണം, എല്ലാവരും പഠിക്കാൻ നോക്കാം. എല്ലാവർക്കും യൂസ്ഫുള്ളായൊരു വീഡിയോ ആണിത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്കിത് ലാസ്റ്റ് എങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ ലാസ്റ്റ് കെട്ടിടൽ എങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇതാ അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ പേളിച്ചിട്ട് ലാസ്റ്റ് എണ്ണ കുത്തിത്താത്തിട്ട് ഇങ്ങനെ എല്ലാത്തിലും മറ്റേ രണ്ടെണ്ണത്തിൽ കെട്ടിട്ടിട്ട് അതേപോലെ ഇങ്ങനെ കെട്ടിടാം. ഓക്കെ, ഇതാ ഇടത്തേക്ക് തന്നെ വന്നിട്ട് കെട്ട് നോക്കിയേ, കറക്റ്റല്ലേ? അങ്ങനെ വരും. ഇങ്ങനെ കെട്ടിട്ടെങ്കിൽ മറ്റേ ചിലങ്ങൾ നമുക്ക് കയ്യിൽ നിന്ന് പോവും. അവിടെ പ്രസ്സൊക്കെ ഇവിടെ വലിക്കുക, ഇതിലത്തെ കൈനെ വലിക്കുക, ഒരു കൈനോട് പ്രസ്സാക്കുക. പിന്നെ നമ്മൾ ത്രെഡ് കട്ടറിനോട് ഒന്ന് കട്ടാക്കാം. ത്രെഡ് കട്ടർ എന്ത് ചെയ്യണമെങ്കിൽ ഹെൽപ്പാണ്, നല്ല യൂസ് ടു ഈസി അങ്ങനെ പറയാം ഇതിനെ, നമ്മൾ ത്രെഡ് കട്ടറിന്. ഓക്കെ, പിന്നെ അങ്ങനത്തെ കഥ. അപ്പോൾ ഓക്കെ, ബൈ. ഇൻഷാ അല്ലാഹ് അടുത്ത സ്റ്റിച്ചുമായിട്ട് അടുത്ത വ്ളോഗ്. ഓക്കെ.